7am ബിസിനസ് ക്ലബ് എന്നുള്ള 100 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് അതിലെൻ്റെ 99th സെഷൻ ആ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ എൻ്റെ ഗസ്റ്റ് ആയിരുന്നു ഈശ്വർ. നമ്മുടെ ജീവിതം തന്നെ ഒരു ഡയറിയാണ്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അന്ന് അതുപോലത്തെ ഒരു ക്ഷണമാണ് ഞാൻ അന്ന് അത് ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബിസിനസ്സിൽ ഉണ്ടെങ്കിലും യു ആർ നോട്ട് ഇൻ ദ ബിസിനസ്, യു ആർ ഓൺ ദ ബിസിനസ്, യു ഹാവ് സം സിസ്റ്റം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പാഷൻ ഓർ ആർട്ട് ഓഫ് ഡൂയിങ് എ ബിസിനസ്. ബിസിനസ് നമ്മുടെ ജീവിതമല്ല, ബിസിനസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയാണ്. What do you have to talk about turning your passion into profit? Profit has to be defined. Start writing your plan. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു യങ് ഇൻഡിവിജ്വൽ, what is your suggestion to them so that they can identify their vision and their mission? ഓക്കെ, എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഇതിൽ ആരാ യങ്? I'll teach you one more thing, how to overcome your failures. If you have a failure, what you do, take your hand like this. But what you can do, you can hug yourself. Yes, നമുക്ക് ഒരു 10,000 dirhams കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചിലവ് ചെയ്യണം, ഒരു ടീഷർട്ട് മേടിക്കണം, ഷർട്ട് മേടിക്കണം, ഫ്രോക്ക് മേടിക്കണം. ദാറ്റ്സ് എ വെരി റോങ് തിങ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആളുകളുണ്ടല്ലോ, അതായത് ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി. ഞാൻ ചിന്തിക്കുന്നത് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് FR ബിസിനസ് പോഡ്കാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഭഗവത് ഈശ്വർ. ശരിക്കും പറഞ്ഞ ഫുൾ നെയിം എന്താണ്? ഭഗവത് ഈശ്വർ എന്ന് മാത്രമാണോ, അതോ ഈസ് ദർ എനി അതർ എക്സ്പാൻഷൻ? അത് ഭഗവത് ഈശ്വർ മാത്രമേ ഉള്ളൂ. ഭഗവത് ഈശ്വർ, അതൊരു ഒറ്റ നെയിമാണ്, ഭഗവത് ഈശ്വറിന്. അപ്പോൾ ഐ മൂവ് വിത്ത് നോർത്ത് ഇന്ത്യൻസ് അലോട്ട്. അപ്പോൾ അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് അവർ ചോദിച്ചു ഭഗവത് ആണോ ഈശ്വറാണോ? അപ്പോൾ ഞാൻ ഹെയിലിംഗ് ഫ്രം എ പ്ലേസ് കോൾ കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിയിൽ ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവമുണ്ട്. അപ്പോൾ ഭഗവതി ഈശ്വർ എന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യങ്ങൾ. പക്ഷേ പിന്നെ സ്റ്റൈലായിട്ടുള്ളതുകൊണ്ട് ഭഗവത് ഈശ്വർ എന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ആണോ, അപ്പോൾ ഭഗവത് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ ഈശ്വർ എന്ന് വിളിക്കും. എല്ലാം ഒന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ കോൺവെർസേഷനിൽ ഈശ്വർ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? വിച്ച് ഈസ് ലിറ്റിൽ ഓൾവേസ് ബെറ്റർ. ഓൾവേസ് ബെറ്റർ. എപ്പോഴും ദൈവം കൂടെ ഉള്ള നല്ലതല്ലേ? ഈശ്വര. ഓക്കെ. പിന്നെ എൻ്റെ കൂടെയുള്ള ഹോസ്റ്റ് നഫീസത്തിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. I am a student of psychology. ഞാൻ ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ഉള്ള ആളാണ്. അതിന് പുറമെ I work as a learning support assistant. പിന്നെ this is my passion, talking to people, learning. That's my passion. ആക്ച്വലി നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു മണിക്കൂറിലധികം പോകുന്നൊരു പ്രോസസ്സാണ്. നമ്മളതിനൊരു 2 ഭാഗമായിട്ടാണ് അപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സംസാരിക്കാനും കേൾക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ് ഇതിൽ വേണ്ടത് എന്നുള്ളതാണ് one of the qualifications, only one qualification for moving out. എനിവേ, സോ ഈശ്വർ എന്താണ് ചെയ്യുന്നത്? ഈശ്വറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം കേൾക്കാം. ഞാൻ സിവിൽ എഞ്ചിനീയർ. എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ. ബട്ട് ഫ്രം മൈ ഹാർട്ട് ഐ എം എൻ ആർട്ടിസ്റ്റ്. സോ എഞ്ചിനീയറിംഗ് വാസ് ഓൾസോ പെർഫെക്ഷൻ ഓഫ് കോമൺ സെൻസ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യം എഞ്ചിനീയറിംഗ് ആയിട്ട് നോക്കാം, ആർട്ടായിട്ട് നോക്കാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നത് കൊണ്ട് ഐ എം എൻ ആർട്ടിസ്റ്റ് ബൈ ഹാർട്ട്. എഞ്ചിനീയറിംഗ് ഇസ് എൻ്റെ വൺ ഓഫ് ദ ബിസിനസ്സാണ്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റും കോസ്റ്റ്, കോൺട്രാക്ട്സ് ആൻഡ് പ്രോഫിറ്റ്സ്. കാരണം എല്ലാം എത്തുന്നത് പൈസയിലാണല്ലോ, ബിസിനസ് പോലെ. അപ്പോൾ ഇതിലും ഞാൻ കടന്നു പോകുന്നത് ഈ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ട് പ്രോഫിറ്റിലേക്ക് കടന്നു പോകുന്നത്. അതാണ് മെയിൻ. ആ കമ്പനിയുടെ പേരാണ് E&D എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ്. അജ്മാനിൽ ഒരു ഓഫീസുണ്ട്, ഇൻഫിനി പ്രോജക്ട്സ് ദുബായിലുണ്ട്. ചെറുതായിട്ട് ഒരു കോൺട്രാക്റ്റിംഗ് ഔട്ട്ഫിറ്റും ഉണ്ട്, സൊലൽ ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്, അന്തര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഞങ്ങൾക്ക് ഇബിൻ ബത്തൂത്തായാലും കറാമയിലും ബ്രാഞ്ചുണ്ട്. പിന്നെ ലൈഫ് എപ്പോഴും ഫണ്ണും ബിസി ആയതുകൊണ്ട് ഈ ആർട്ടിസ്റ്റ് എപ്പോഴും ഇങ്ങനെ എഫ്ലവറസെൻസ് ആയിട്ട് നിന്ന് പോകുന്നുണ്ട്. 3EG എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഇല്ലേ നമ്മുടെ? 3EG ഗ്രൂപ്പാണ്. അത് എങ്ങനെയാണ് പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ഈശ്വർ എന്നാണല്ലോ. അപ്പോൾ മുകളിൽ ഒരു ഈശ്വറുണ്ട്. ഇപ്പോൾ ഈശ്വർ ആൻഡ് എമിറേറ്റ്സ്, അതിൻ്റെ എഞ്ചിനീയറിംഗ് ആണ് 3EG ഗ്രൂപ്പ്. അങ്ങനെയാണ് അതുകൊണ്ട്. സോ എൻ്റെ കമ്പനിയാണ് ലാസ്റ്റ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി എനിക്കാണ് കിട്ടിയത്, എമിറേറ്റ്സ് QSC. ആ കമ്പനി ഞാൻ പൂട്ടേണ്ടി വന്നു. ദാറ്റ് ഈസ് ഐ ഹാഡ് ടു ക്ലോസ് ഡൗൺ ദി ബിസിനസ് ഫോർ സം അതർ റീസൺസ് വിച്ച് ഇസ് ബിയോണ്ട് മൈ
ഹാൻഡ്സ്. അപ്പോൾ അതിനുശേഷം എമിറേറ്റ്സ് എന്ന് പറയുന്ന ഏതൊരു നെയിം കൊടുക്കുന്നില്ല, ഒറ്റ എമിറേറ്റ്സേ ഉള്ളൂ, അത് ദുബായിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കാരിയർ. അങ്ങനെ കൊടുക്കുന്നുള്ളൂ. നോബഡി ഗെറ്റ്സ് എമിറേറ്റ്സ് സെപ്പറേറ്റ്ലി. അതെ അതെ. അപ്പോൾ എനിക്ക് ഞാൻ 20-30 കൊല്ലം കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ എമിറേറ്റ്സ് ആണ് എൻ്റെ ഒരു ജീവിതത്തിലേക്ക് മേജർ പങ്കുള്ളത്. സോ അപ്പോൾ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് 3EG. അതാണ് 3EG അല്ലേ? ഓക്കെ. ഇപ്പോൾ എത്ര വർഷമായി ടോട്ടൽ ബിസിനസ്സിൽ? 2002 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2002 ഫെബ്രുവരി തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 20 കൊല്ലം മോറലെസ് കഴിഞ്ഞു. 21ലേക്ക് കടന്നു പോകുന്നുണ്ട് ബിസിനസ്സിലേക്ക്. ഓക്കെ ഓക്കെ. സോ നമ്മൾ ഈ ഒരു ബിസിനസ് പോഡ്കാസ്റ്റിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ബിസിനസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ബിസിനസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. എനിക്കറിയാം, എൻ്റെ പ്രേക്ഷകർക്ക് താങ്കളെ അറിയാം, നേരത്തെ അവർ കണ്ടിട്ടുണ്ട് പലരും. നമ്മുടെ 7am ബിസിനസ് ക്ലബ്ബ് എന്നുള്ള 100 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് ഓരോ ദിവസം ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പ്രോസസ്സ്. അതിലെൻ്റെ 99th സെഷൻ ആ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ എൻ്റെ ഗസ്റ്റായിരുന്നു ഈശ്വർ. അന്ന് തന്നെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു കോൾ ദിസ് ഗായ് അഗെയിൻ ടു ടോക്ക് ടു ഹിം അഗെയിൻ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗണത്തിലുള്ള ആളുകളെ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. How was your experience in 7am Business Club? 7am ബിസിനസ് ക്ലബ്ബ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഡയറി ഉണ്ടാകും. എൻ്റെ കയ്യിലുള്ളതുപോലെ നമ്മുടെ ജീവൻ തന്നെ ഒരു ഡയറിയാണ്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അന്ന് അതുപോലത്തെ ഒരു ക്ഷണമാണ് ഞാൻ അന്ന് അത് ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇറ്റ് വാസ് എ സ്പോണ്ടേനിയസ് ഡിസ്കഷൻ, ഒരു പ്രിപ്പറേഷൻ ഇല്ല. പിന്നെ FR വിളിച്ചു, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പിരിറ്റിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. FR പറയുന്ന പോലെ നമുക്ക് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ജീവിതമാണല്ലോ വലിയൊരു എക്സ്പീരിയൻസ്, അതാണ് വലിയൊരു ക്യാൻവാസ്. ആ ക്യാൻവാസിലേക്ക് നമ്മൾ കിടക്കുന്നത് സ്പോണ്ടനിറ്റി വേണം. അതൊരു റിയൽ ബുക്ക് മാർക്കാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിസിനസ്സുകാരുടെ കാര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് മീ, ഐ ആം ഓൾസോ എൻ ഓൺട്രപ്രനർ. സോ നമ്മളൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും, ലെറ്റ് മീ ചെക്ക് മൈ കലണ്ടർ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ഇൻ ദ ബിസിനസ് ആണ് പല ആൾക്കാരും, നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബട്ട് ഇൻ യുവർ കേസ് ഐ ഇൻവൈറ്റഡ് യു ഫോർ ദറ്റ് 7am ബിസിനസ് ക്ലബ് 99 സെഷൻ ആൻഡ് ഈവൻ ഫോർ ദിസ് പോഡ്കാസ്റ്റ് ഇറ്റ് വാസ് ബോത്ത് ഓഫ് ദം വെർ ഇൻ ഷോർട്ട് നോട്ടീസ്. അങ്ങനെയാണ് വിളിച്ചത്. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ബിസിനസ്സിൽ ഉണ്ടെങ്കിലും യു ആർ നോട്ട് ഇൻ ദ ബിസിനസ്, യു ആർ ഓൺ ദ ബിസിനസ്, യു ഹാവ് സം സിസ്റ്റം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി എന്താണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഞാൻ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നുണ്ട്. ബിസിനസ്സിന് പകരം ഈ entrepreneurship എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദി പാഷൻ ഓർ ആർട്ട് ഓഫ് ഡൂയിങ് എ ബിസിനസ്. ബിസിനസ് നമ്മുടെ ജീവിതമല്ല, ബിസിനസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയാണ്. ആ ഒരു ചിന്ത എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ബിസിയാണ്, ഞാനും ബിസിയാണ്. ചില സാധനം നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ടൈം അലക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ടൈം അലക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം ടൈം അലക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ബിസിനസ് അല്ല എന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് ഫീൽ. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്തിലും വി ഷുഡ് ബി അഡാപ്റ്റബിൾ. ബിസിനസ്സിൻ്റെ ഒരു അജൈൽ അപ്രോച്ചാണ് ബിസിനസ്സിൽ വേണ്ടത്. പിന്നെ നത്തിങ് ഈസ് പെർമനൻറ്റ്, ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഈസ് ഓൾവേസ് പെർമനൻറ്റ്. അപ്പോൾ നമ്മൾ ആ ചിന്തയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതിനു വേണ്ടി സമയം കൊണ്ടുവരാൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ 4 മണി വരെ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റെ പാഷനാണല്ലോ. ഞാൻ ഒരിക്കലും അത് തള്ളി പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് സംസാരിക്കുന്നത് ഐ ലവ് ഇറ്റ്. അപ്പോൾ ഐ വുഡ് ഓൾവേസ് പ്രിഫർ, യെസ്, വൈ നോട്ട്, വൈ ഷുഡൻറ്റ് ഐ. 5W1H എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവമുണ്ട്. വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അത് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ you will be able to manage the time, because you have to understand you are the only person doing all these activity. So unless you manage yourself, all other things will not get managed. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് നോട്ടീസ് ആകുമ്പോഴത്തേക്ക് എനിക്ക് പ്രസൻസ്, എൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ രാവിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കറായിരുന്നു, എണ്ണീട്ട സമയത്ത് അച്ഛനായിരുന്നു, ഭർത്താവായി, പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി റെസിഡൻ്റ് ആയി. ബിക്കോസ് UAE റെസ്പെക്ട്സ് സിറ്റിസൻസ് ആൻഡ് ദേ ഡു ലോട്ട് ഓഫ് ടെസ്റ്റ് ഫോർ ദാറ്റ്, ബിക്കോസ് യു ഹാവ് ടു റെസ്പെക്ട് ദ റോഡ്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പാർക്കിംഗ് ഇടുമ്പോഴത്തേക്ക് ഐ ഓൾസോ പേ
to ensure that I comply with the regulations. When I am sitting with you, I'm an artist who speaks to you. So I believe it's not about money. It is about how you approach towards money. This is what I believe. നഫീസ്, ഇതിപ്പോൾ ഈശ്വർ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ലൈഫ് ഈസ് നോട്ട് ബിസിനസ്, ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകാർ, ഞാനിപ്പോൾ ഒത്തിരി ബിസിനസ്സുകാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ്സാണ് അവരുടെ ലൈഫ് എന്ന് നമുക്ക് തോന്നിപ്പോകും. എവ്രി ഹിയർ ആൻഡ് ദെയർ, എവ്രി മൊമെൻറ്റ് ദേ ആർ ഇൻ ദ ബിസിനസ്. പക്ഷേ ഈ ഒരു ഷിഫ്റ്റ് എന്നുള്ളത് എത്ര എളുപ്പമാണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ദാറ്റ് ഈസ് ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് especially when you talk about women, they like to associate themselves to the roles society അവരെ മേലെ ഇമ്പോസ് ചെയ്ത പല റോൾസിൻ്റെയും അതിൻ്റെ ഒരു ഷാഡോയിൽ ഹൈഡ് ചെയ്യാൻ പലർക്കും ഇഷ്ടമാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് വൈ വി റിയലി സീ അവർ സെൽഫ് ആസ് എ ഹ്യൂമൻ, റൈറ്റ്? ആ സൊസൈറ്റി ഇമ്പോസ് ചെയ്ത ലേബിൾ അല്ല ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇമ്പോസ് ചെയ്ത ലേബിൾ അല്ല. ഐ എം എ ഹ്യൂമൻ ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹെൽപ്സ് us to take up whatever roles and give our best. ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്ത് ഓരോ റോൾസിനും മാക്സിമൈസ് ചെയ്യാൻ പറ്റുക അതിലാണ്. ബട്ട് ഐ എം ക്യൂരിയസ് ടു നോ, യു സ്പോക്ക് അബൌട്ട് ഹൗ art is your passion and you run other based title business running. So what do you have to talk about turning your passion into profit? Okay, passion never pays, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അതിനായിട്ട് ടു പ്രോഫിറ്റിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കമേഴ്ഷ്യൽ എലിമെന്റ് കംസ് ഇൻ. Now you are contributing to the society. You are part of an ecology. നമ്മുടെ ഒരു ഇക്കോളജി ഉണ്ട്. ആ ഇക്കോളജിയിലാണ് ഉള്ളത്. I make money, I spend money, somebody takes from me money and he spends money and the same money goes around. Money is a liability if you have it in your pocket. ഇതാണ് അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നതും. Now when you look into passion never pays, അതാണ് ആൾക്കാർ പറയുന്നത്. But passion can be payable when you have the right people to be with you. That's very important. ഞാനൊരു ബുക്കിൽ വായിച്ചായിരുന്നു, പല CEOs അവരുടെ അടുത്ത് ചെക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ ചേഞ്ച് ചെയ്യുക? I want to change the people. And that is what it happens. So first thing, you need to have a right team in place. And then becomes responsibility and accountability. The difference between accountable and responsible. ഇത് വന്നു കഴിഞ്ഞാൽ ഏതൊരു പാഷനും പ്രോഫിറ്റാണ്. പിന്നെ പ്രോഫിറ്റ് ഈസ് സബ്ജക്റ്റീവ്. ചിലർക്ക് 5 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബട്ട് ഹാപ്പി ആയിരിക്കും. ചില പേർ ഒരുപാട് പൈസ ഉണ്ടാക്കും, ദേ വിൽ നോട്ട് ബി ഹാപ്പി അറ്റ് ഓൾ. സോ പ്രോഫിറ്റ് ഹാസ് ടു ബി ഡിഫൈൻഡ്. Profit has to be defined. And being in UAE for longer years, and I had been in my villages also, my grandfather used to teach that you should do charity from your heart. And you should always be active. If you are not active, നമുക്ക് ഒരിക്കലും you cannot breathe your passion. ഇപ്പോൾ ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഈ പാഷൻ, ഞാനത് പാഷൻ പ്രോഫിറ്റ്സിലേക്ക് കിടക്കണമെന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ പ്ലാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ പ്രോഫിറ്റ്സിലേക്ക് വരും. വേറൊരു കാര്യം കൂടി പറയാം. പാഷൻ പ്രോഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തത് ഞാനല്ല, സ്റ്റീവ് ജോബ്സ്, ഗൂഗിൾ സുന്ദർ പിച്ചെ, എലോൺ മസ്ക്, മൈ ഫാദർ, യു. Because profit is defined as happiness. Profit is not money. That if you do it, everything is profitable. Just as success is very subjective. Very subjective, very subjective. സക്സസിനെ കുറിച്ച് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മുടെ 99th സെഷനിൽ ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഐ വാസ് ആക്ച്വലി ദ സെയിം ക്വസ്റ്റ്യൻ ടു ഈശ്വർ, ഹൗ ഡു യു ഡിഫൈൻ സക്സസ് എന്നുള്ളത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ സക്സസിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് നമ്മുടെ ഒരു ഫീൽഡ് ഇതാണല്ലോ. എനിക്ക് പല ഡെഫിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ഡെഫിനേഷൻ ഓർ ദിസ് കൺസെപ്റ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബേസിക്കലി ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ഓർ നോട്ട്, ബട്ട് വാട്ട് യു സെഡ് ഈസ്, ഇഫ് യു ആർ മൂവിങ് ടുവേർഡ്സ് എ വിഷൻ, താങ്കൾക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷനിലോട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈവൺ എ വെരി മൈന്യൂട്ട് പെർസെൻറ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഈസ് ദെയർ ആൻഡ് യു ആർ ഇൻ ദാറ്റ് പാത്ത്, ദെൻ യു ആർ സക്സസ്ഫുൾ. That's what he said. 100%. Yeah. See, I'm a believer of energy around. Okay. So I'm a believer of energy. If you don't do it, the energy will ensure you do it.
അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കും ആ എനർജി. ഇപ്പോൾ ഈ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷൻ ക്ലാരിഫൈഡ് ആയിട്ട് ഉണ്ടാവണം. ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിസിനസ് റൺസ് ബൈ വേരിയസ് ആസ്പെക്ട്സ്. ഒരു ആന്ത്രപ്രനറുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം, ഏതൊരു സമയത്തിലും ആ ക്ലാരിറ്റി കിട്ടണം. ബിക്കോസ് യു ആർ എ ലീഡർ and people look for you on the instructions. You cannot go and say what do you think. It's not democracy there. Leader giving instructions, then you think. അതാണ് ഒരു സക്സസ്. പിന്നെ ഈ വിഷൻ ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ obviously it will take you to your destiny. If I have to go to Sharjah and I don't want to cross my Salik, I should find a way. So please plan before you do. അങ്ങനെ I believe in that. And spontaneity. Yeah, when I actually got your call, I thought, okay, I'll go there and sit as a representative for all the young people out there. So our perspective, and joining in the idea of vision and mission, I'm curious to know, എങ്ങനെയാണ് ഒരു യങ് ഇൻഡിവിജ്വൽ അത് അവരുടെ കരിയറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനോട് ഹൗ വുഡ് യു എന്താണ് വാട്ട് ഇസ് യുവർ സജഷൻ ടു ദെം സോ ദാറ്റ് ദേ കൻ ഐഡന്റിഫൈ ദെയർ വിഷൻ ആൻഡ് ദെയർ മിഷൻ? ഓക്കെ, എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ ഇതില് ആരാ യങ്? See, I am 50 years young into UAE. Like by in young, the world. I also mean inexperienced. No, there is nothing called inexperience. There is nothing called inexperience. ഒരു ബിസിനസ് മാത്രമല്ല. ഞാൻ അന്ന് 7am ബിസിനസ് ക്ലബ്ബിൽ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീങ് നമ്മൾ സ്കിൽ സെറ്റ് പഠിപ്പിക്കുകയാണ്. നമ്മൾ ജനിച്ച ഉടൻ നടക്കാൻ പോകുന്നില്ല, നമ്മൾ നടത്തിപ്പിക്കുക, ട്രെയിൻ ചെയ്യുക. സോ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് വലുത് അവിടെ. നമുക്ക് ആ ഇൻട്രസ്റ്റും അതാണ് വലുത്. ഇപ്പം ഞാൻ ഇന്ന് ചെയ്ത പ്രോജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ക്ലയൻ്റാണ്, എനിക്കൊരു തുച്ഛ പൈസ കിട്ടുമായിരിക്കും. അങ്ങനെയാണ് ആൾക്കാർ വെച്ചെങ്കിൽ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടണോ? നോ, ഈസ് മൈ ക്ലയൻറ്റ്, ഐ വാല്യൂ ഹിം. ഇറ്റ്സ് മൈ വേർഡ് ദാറ്റ് ഐ എം അക്കൗണ്ടബിൾ ഫോർ. എൻ്റെ കോൺഷ്യസിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരാളെ ഐ എം നോട്ട് ട്രൈങ് ടു കൺവിൻസ് എനിബഡി. ദിസ് ഇസ് നമ്പർ 1. There's nothing called young, old and everything. There's nothing called that. എൻ്റെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ സിനി ഫീൽഡ് ഞാനതിനെ ടച്ച് ചെയ്ത് പോകും. ഈ ചെറിയ ഏജിൽ ഒരുപാട് സക്സസ് കിട്ടിയ ആൾക്കാർ they will fail big miserably in the later part. അതിന് ഒരുപാട് ആൾക്കാരുണ്ട്. യു കൻ എക്സാമ്പിൾസ് ഉണ്ട്. I can take even Hollywoods also. I don't want to name. Okay, that's very important. Now what you do, you bask into the glory and suddenly you start feeling big. You always understand there is no male and female, there is no transgender, there is one species called a human species, and I am one among the species. ഞാൻ ഒരാളാണ്. ഇത്രയും കോടാനുകോടി ഇന്ത്യ മാത്രം 124 കോടിയുണ്ട്, പിന്നെ വേൾഡ് പോപ്പുലേഷൻ എടുത്ത് I am just hardly any person, and when I wake up the world is there, when I sleep physically not there, mentally I am alive. So നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ് എപ്പോഴും ഉണ്ടാവണം. യു ആർ ഓൾവേസ് ലിവിങ് ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അതിന് യങ് നെവർ ദ മൊമെന്റ് യു സ്റ്റാർട്ട് തിങ്കിങ് ഐ ഹാവ് ടു ലേൺ ഫ്രം ഹിം, നമ്മുടെ തോട്ട് പ്രോസസ് നമ്പർ 1. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, അത് പറയാൻ നമ്മൾ മടിക്കുന്നുണ്ട്. ആസ് യു റൈറ്റ്ലി ആസ്ക്ഡ് വാട്ട് വാസ് ജുഗാഡ് എന്ന് ചോദിക്കുക. ബൈബിൾ പറയുന്ന പോലെ തട്ടുകൾ തിരക്കപ്പെടും. നോക്ക് ദ ഡോർ, ദ ഡോർ വിൽ ഓപ്പൺ ഫോർ യു. നമ്മൾ അതിലേക്ക് കിടക്കുക. ഓരോരോ മനുഷ്യരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവതാർ സിനിമയിൽ വരുന്ന പോലെ വി ഹാവ് എ കമ്മ്യൂണിക്കേഷൻ, ദ ട്രീ ഓഫ് ലൈഫ്, ഇൻ വാട്ടറിങ്. നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മൾ വേറൊരാളുടെ ജീവിതം കൂടി you can change it. The moment you are not there and others come into the picture, that is your first success. And why I mentioned my grandfather and all, like how we do here, the ruler also says we have to provide 1 million meals, we have to give zakat. ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഓർക്കുക we are part of the species എന്ന് പറഞ്ഞിട്ട്. We don't have the exclusive right to live in the world. നമുക്ക് മാത്രമല്ല ഈ ജീവിതം. അത് ചിന്തയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആണ്. കാരണം ദർ ഇസ് ഫിഷ് ഫോർ എവറിബഡി ഇൻ ദിസ് സീ. വൈ ഐ ഷുഡ് കമ്പീറ്റ്? കമ്പാരിസൺ ചെയ്യരുത്. കാരണം നമ്മൾക്കുള്ള ആ ചൈതന്യം FRനും ഉണ്ടാകും, നഫീസത്തിനും ഉണ്ടാകും. ആ ചൈതന്യത്തിന് ഞാൻ റെസ്പെക്റ്റ് ആണ് ചെയ്യേണ്ടത്.
The moment you respect you as a human being, then I am successful already. I don't need anybody's recognition to be. Absolutely. Yeah. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റീഫ്രേസ് ചെയ്യട്ടെ. Yeah. ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ കരിയറിലേക്ക് ആദ്യത്തെ ചുവടുകൾ വെക്കുന്ന ഒരാൾക്ക്, but they want to be purpose driven, they want to be vision driven. അങ്ങനെയാണെങ്കിൽ what would your advice be to them? See, ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാരെ കുറിച്ച് സംസാരിച്ചു. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഇതെല്ലാം ഈ യങ്സ്റ്റേഴ്സ് ആണോ ഉണ്ടാക്കിയത്. ഓക്കെ, ആ യങ്സ്റ്റേഴ്സ് ആ തോട്ട് പ്രോസസ്സ് ഒരു ഗരാജിൽ നിന്നോ ഇതുപോലെ മീറ്റിങ്ങിൽ നിന്നോ ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്ത് അത് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ പാഷനിൽ എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് ഇൻ എ ബുക്ക്. ലെറ്റ് ഇറ്റ് നോട്ട് ബി സക്സസ്ഫുൾ, ലെറ്റ് ഇറ്റ് നോട്ട് ബി, ഡോണ്ട് ഗിവ് അബ്ജക്റ്റീവ്സ് ടു ഇറ്റ്. നമുക്ക് അതിലേക്ക് കടന്നു പോവുക. യു ട്രൈ ദാറ്റ്. ഒരു മാസം കഴിഞ്ഞിട്ട് ആ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ ഞാൻ എഴുതിയതാണോ, യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ്. സോ യുവർ മൈൻഡ് ഈസ് ഓൾവേസ് വർക്കിംഗ്, നമ്പർ 1. നമ്പർ 2, ഔട്ട് ഓഫ് ദാറ്റ് ടേക്ക് 10 ഐഡിയാസ്, ഷോർട്ട് ലിസ്റ്റ്, ഡിസ്കസ് വിത്ത് പീപ്പിൾ, ഗോ ടു എ മെൻറ്റർ, ബിക്കോസ് വി നീഡ് മിറേഴ്സ്. നമ്മൾ ഒരിക്കലും അന്ന് ഗ്രൂപ്പ് ഫാമിലി ആയിരുന്നു, പിന്നെ നമുക്ക് ഇപ്പോൾ മോളിക്യൂൾ ഫാമിലി ആയി, പിന്നെ ക്യൂബിക്കൽ ഫാമിലി, മോളിക്യൂൾ ഫാമിലി, ട്യൂബുലസ് ഫാമിലി, ഇങ്ങനെയൊക്കെ ആകാൻ തുടങ്ങിയപ്പോൾ. സോ പണ്ട് സിസ്റ്റങ്ങളിൽ നമ്മൾ സംസാരിക്കുമായിരുന്നു, കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ബിസിനസ് ആൻഡ് യുവർ വിഷൻ. ദെൻ യു ടോക്ക് ടു പീപ്പിൾ. പിന്നെ അവർ ചില കാര്യങ്ങൾ പറയും, അവരുടെ എക്സ്പീരിയൻസ് പറയും, അതിൽ എഴുതി വയ്ക്കുക. സോ 1, I have a vision, then I have a clarity, then I have എല്ലാം എഴുതി കഴിഞ്ഞു. 10 ഐഡിയയിൽ ആ 10 ഐഡിയ എഴുതി വരുമ്പോഴത്തേക്ക് അത് 2ആയിട്ട് കൂടും, പറയും. ദെൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് ഐഡിയ ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ്? കഴിഞ്ഞ ഒരു യു ഹാഡ് ദറ്റ് സെഷൻ ഇൻ ദി ഹോട്ടൽ ക്രൗൺ പ്ലാസ, അന്ന് ബിസിനസ്, അന്ന് പറഞ്ഞ പോലെ അന്ന് സൊമാറ്റോനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലേ? നോട്ട് യു, someone else. Okay, Zomato started like this. He was working in I think I saw it, and I always get inspired by every videos I see. അപ്പോൾ സൊമാറ്റോയുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെയായിരുന്നു. ഹി വാസ് വർക്കിംഗ് ഇൻ ഓഫീസ്. എനിക്കൊരു മെനു വേണമായിരുന്നു. അപ്പോൾ ഓഫീസിൽ എല്ലാവരും ഇങ്ങനെ പരസ്പരം നമ്പർ കിട്ടില്ല, ഒന്നും കിട്ടുന്നില്ല. ഓർഡർ ചെയ്യാൻ തന്നെ 2 മണിക്കൂർ ആവുന്നുണ്ട്. ഭക്ഷണത്തിന് സമയം കഴിഞ്ഞു പോകുന്നു. ആ ഒരു ചെറിയ തോട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ദാറ്റ് ഇൻഫർമേഷൻ ഹാസ് ടു ബി സിമ്പിൾ. I'll give you one more idea that I had, and always remember, ideas are always spreading in the energy. നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ടൈം ബേസ്ഡ് ആണ്, വേറെ ആരെങ്കിലും എക്സ്പ്ലോർ. ഞാൻ 2007-8 കാലഘട്ടത്തിൽ ഞാൻ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഐ വാസ് അവേ ഫ്രം മൈ കോർ ബിസിനസ് ആൻഡ് ഇൻ ടു മെഡിക്കൽ ടൂറിസം. അന്ന് ഐ വാണ്ടഡ് ടു ബ്രിങ് ഇൻ എ കാർഡ് ഫോർ മെഡിക്കൽ പീപ്പിൾ. സോ വാട്ട് ഐ തോട്ട് ഈസ്, ഇവിടെ തൽസീമിയ പേഷ്യൻസ് കൂടുതലാണ്. UAE-യുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും ടെമ്പറേച്ചർ ഇതെല്ലാം അനുസരിച്ചിട്ട് ഇവിടെ ഉള്ള കുട്ടികൾക്ക് ജനറ്റിക്കലായിട്ട് തലസീമിയ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഐ എം എ തിങ്കർ ആൻഡ് ഐഡിയേറ്റർ ആൻഡ് ആൻ ആർട്ടിസ്റ്റ്. സോ ഐ സി എവറിഥിങ് ഈസ് ദ സെയിം പാറ്റേൺ. ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഐ വാണ്ടഡ് ടു ടേക്ക് നിയോനാട്ടൽ. ഞാൻ കുറച്ച് ടെക്നിക്കലായിട്ട് പോവും, ഇറ്റ്സ് ഓക്കെ. സോ നിയോനാട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ തൊപ്പിൾ കൊടിയാണല്ലോ. എല്ലാ മൃഗങ്ങളും, എല്ലാ മാമൽസിനെ ഈ തൊപ്പിളാണ് കണക്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതെടുത്തിട്ട് ഒരു ജീൻ റിസർച്ച് ചെയ്തിട്ട് ജർമ്മനിയിൽ നിന്ന് അതിന് ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ ജീനെ കറക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ 2008 ഈ ഐഡിയ കൊണ്ടുവന്നു. ആ സമയത്തിൽ ഐ വാണ്ടഡ് ടു ക്രിയേറ്റ് എ കാർഡ്. ആ കാർഡ് കൊണ്ട് എന്താ ചെയ്യാം, 5 വയസ്സാവുന്ന കുട്ടിക്ക് നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജനിച്ചത് തൊട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ആ കാർഡ് ആ ഡാറ്റയിലേക്ക് ഉണ്ടാവും. 18 വയസ്സ്, അപ്പോൾ 18ആണല്ലോ മേജർ. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ ഡു ഐറിസ് സ്കാൻ, ദെൻ യു ബിക്കം ദ ഓണർ ഓഫ് ഇറ്റ് ആൻഡ് യു വിൽ ഹാവ് 1 നോമിനി. ഇതൊക്കെയാണ് എൻ്റെ ഐഡിയ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഈശ്വർ വായി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അന്ന സമയത്ത് ഇറ്റ് വാസ് വെരി അൺപ്രഡിക്റ്റബിൾ ഐഡിയ ആയിരുന്നു. ഐ സെഡ് നോ, ഇത് വേണം. കാരണം നാളെ എന്തെങ്കിലും ഒരു പാൻഡമിക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ടുപോയതാണ് ഇതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഏതോ ഒരു കാര്യം കൊണ്ട് അത് വിട്ടുപോയി. ഐ വെന്റ് ഇൻ ടു ദാറ്റ് ലെവൽ. ഇന്ന് ലോകത്ത് സെയിം ഐഡിയ ഈസ് ദയർ. എമിറേറ്റ്സ് ID, ആധാർ കാർഡ്, everything is there. So that data becomes very important. What I conceived then, ആ ഐഡിയ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതൊരു
എൻ്റെ ഐഡിയ അല്ല, ബട്ട് സംബഡി ഡിഡ് ഇറ്റ്. സോ ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സോ നൗ ഐ എം പ്രിവിലേജ് ദാറ്റ് ഓക്കെ ഐ എം ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ്, ബട്ട് മേ ബി ഐ ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ടു സംബഡി. വൈ ഐ സെഡ് ദിസ്? Start writing your ideas one by one. The moment you write ideas, at one point of time, it will come. And it will be visible in front of you and you take it. And your mentor, he is no more now. He always say, there are angels around us everywhere. So, Ishwar, you say bad or good, they will say, Tathastu. Let that happen. So, always think good. Maybe my idea, the angel took it to give it to somebody else, to a government of India, government of UAE, government of America, whatever you call that as. And that's how the idea spreads, number one. Number two, when you start writing idea, you start thinking about it always. Review your ideas every 15 days. Review your ideas and see what is not happening. Third thing, what are the financial plans should I do if I convert that? That's very important. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം, ഐ ടേക്ക് ഇറ്റ് ടു ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല. വി ഡോണ്ട് സേ അക്കൗണ്ടിങ് ആസ് എ പ്രയോറിറ്റി എടുക്കുന്നില്ല. ആഫ്റ്റർ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഈ ജനറൽ അക്കൗണ്ടിങ് സിസ്റ്റം പ്രകാരം എന്ത് പറയുന്നു, നമുക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ നമുക്കൊരു 10,000 ദിർഹംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചിലവ് ചെയ്യണം, ഒരു ടീഷർട്ട് മേടിക്കണം, ഷർട്ട് മേടിക്കണം, ഫ്രോക്ക് മേടിക്കണം. ദാറ്റ്സ് എ വെരി റോങ് തിങ്. സ്റ്റാർട്ട് ലേൺ ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വെരി ക്ലിയർ. 10% of your money save for yourself. After that you have 90%. That is the money you are going to expend. Out of that, 30% spend for yourself. Self-investment. Either you can education cheyam, you will learn. So once you start meeting people, you will also learn. So financial management then plays a second role there. Then you invest in your idea. Okay, for my invest, pandath idil parayum oru undiyal undaki adna paisa ittondirikum. Same idea. Fourth thing, keep a timeline for those ideas. Execute. നടന്നില്ലെങ്കിൽ മാർക്ക് I am not able to accomplish now. Don't say I will not do it. That is a negative approach. There are no problems in life, there are only challenges. This is what I also learned. Yes. So the moment you write that I will do it later, but this is my challenge. Write the challenge. After 3 months to 6 months, you will see everything is opening up. ഞാൻ ഒരു സ്റ്റോറി റീഡ് ചെയ്തത്. അഗൈൻ ഐ വിൽ ഗോ ബാക്ക് ടു ദ സ്റ്റോറി. ദർ വാസ് എ ബെഗർ, ഒരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു. പിച്ചക്കാരനല്ല, പിച്ചക്കാരർ എന്ന് പറയാം തമിഴിലെ റെസ്പെക്ട് ആയിട്ട്. അവന്റെ ഡ്രീം അവൻ റിച്ച് പേഴ്സൺ ആയിരുന്നു. ഹി ഷുഡ് ബി വെരി റിച്ച്. അപ്പോൾ ഭവതി ഭിക്ഷാന്തേഹി ദിവസം പുള്ളി മരിച്ചപ്പോഴത്തേക്ക് ബാംഗ്ലൂരിലാണ് മരിക്കുന്നത്. മരിച്ചുപോയി. റിയൽ സ്റ്റോറി എന്ന് പറയാം, പക്ഷെ റിയൽ എന്ന് പറയാം. ഐ കനോട്ട് കോട്ട് ദ നെയിംസ്, ഐ ഡു നോട്ട് നോ. നൗ വാട്ട് ഹാപ്പൻ, ദേ ഫൗണ്ട് when his body was being taken, he had more than 60-70 lakhs worth of money in his box. Now the God was very clear. You want to be rich, I made you rich. But you decided to be a beggar. So he was always begging. That ideation, once you start writing, you will know. Sales le parayum, when you know what is your target, after some time when you retrospect your ideation, നമുക്ക് എവിടെ റീച്ച് ആയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സെയിൽസ് കംസ് ഇൻ ദാറ്റ് പ്രിൻസിപ്പിൾ ഓൺലി. നമ്മുടെ എപ്പോഴും നമ്മുടെ ഐഡിയ എഴുതി വെക്കുക, ക്ലാരിറ്റി കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക, ടൈം ലൈൻ വെക്കുക, പിന്നെ എപ്പോഴും റീവാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ദാറ്റ് ഈസ് ഓൺലി എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓൾ ദീസ് തിങ്സ് ആർ ഫസ്റ്റ് സ്റ്റെപ്സ്. Because the real challenge comes when you come into the business. You may be successful, may not be successful. If you are not successful, you should be thankful because you know how not to do business. Exactly. And FR, I think in your story, the one that you mentioned that day, annu parnirunnaru ningalude tholviyude kathakal. So I think adil ninnu what will you idhe chodyathinu idhe chodyam ningalode choikkanengi what will you answer from the reflection of all of those experiences you've had? ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്, എന്നെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ടല്ലോ. അതായത് ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അസുഖം വന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അങ്ങനെ കുറേ ഡിസാസ്റ്റേഴ്സും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആളുകളെ ശരിക്കും നോക്കുമ്പോൾ
they can handle it. That's the reason they got it. എന്നുള്ളൊരു സാധനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് യെസ് ഐ എം കേപ്പബിൾ ടു ഹാൻഡിൽ ഇറ്റ്. ദാറ്റ്സ് ദ റീസൺ ദ യൂണിവേഴ്സ് ഹസ് ഗിവൻ മീ ദിസ് ഇഷ്യൂ. മേ ബി ഒരു പക്ഷേ എൻ്റെ ബ്രദറിനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ പലർക്കും ഇത് കൊടുക്കില്ല. ബിക്കോസ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു മാനേജ് ഇറ്റ്, ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഈച്ച് പ്രോബ്ലം ഐ കൺസിഡർ ആസ് എ റെക്കഗ്നിഷൻ ഓഫ് മൈ കപ്പാസിറ്റി ബൈ സമ്മൺ, ബൈ ദ യൂണിവേഴ്സ്, ബൈ ദ ഗോഡ്. അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയുന്ന കൂടെ തന്നെ നമുക്ക് നേരത്തെ തുടക്കത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും ഒരു ലവും അല്ലേ, ഒരു കമ്പാരിസൺ ചെയ്യാതെ ഉണ്ടാകുന്ന ഒരു സാധനം. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസണിലോട്ട് പോകും. എന്താ എനിക്കിതെല്ലാം വന്നത്, അവിടെ ഒരു നെഗറ്റീവിന് വലിയ ചാൻസ് ഉണ്ട്. എൻ്റെ ബിസിനസ്സിൽ എന്താ ഇങ്ങനെ, ഞാനെന്താ രക്ഷപ്പെടാത്തതെന്ന് ചോദിക്കുന്നതിന് പകരം എവറി ഡേ മൈ സേ ഓക്കെ ദിസ് ഈസ് മൈ ക്വാളിറ്റി ആൻഡ് ഐ ഗോട്ട് ദാറ്റ്. ഒരു എക്സ്പെരിമെൻ്റ് എന്നിൽ പഠിച്ചോൻ ഇട്ടതാണെന്നുള്ള ചിന്ത. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കിട്ടിയ പരീക്ഷണങ്ങൾ നമ്മൾ വീണ്ടും അതേ സാധനം ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിട്ട് മാറാതെ വി ഹാവ് ടു ആക്ച്വലി വർക്ക് ഓൺ ദിസ് ആൻഡ് യു ഹാവ് ടു ഓവർകം ചെയ്യുമ്പോൾ വേറൊരു ബ്യൂട്ടി എന്താണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ സ്പീച്ച് പറഞ്ഞ പോലെ ഐ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഫിനാൻഷ്യലി, ലോണും ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ എൻ്റെ എല്ലാ ഇഷ്യൂസും ഒരു 2-2.5 വർഷം എടുത്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. Today I am capable to mentor those who are suffering with the same problems. I will add one more word. Yeah. His weakness became his strength. And that's very important. I'll teach you one more thing, how to overcome your failures. If you have a failure, what you do, take your hand like this, keep it. Okay. He is a mentor, he knows better. He should know better. So pat yourself. Well done Ishwar. Say well done Nafisa. Well done Nafisa. For me it is little difficult, you know. I started going back to gym. 2 ദിവസം കുറച്ച് പണിയൊക്കെ എടുത്തുകൊണ്ട് ശരീരവേദന. Most of us, we don't appreciate ourselves. See, we exist. അതല്ലേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ ഉറങ്ങുന്നുണ്ട്, തിരിച്ച് എണ്ണിട്ടാലല്ലേ ഈ ലോകം, അല്ലെങ്കിൽ I'll be in my another ഇതല്ലേ. So ഈ failure there is nothing called failures. It's nothing called failures. അതിലോട്ട് പോകുന്നതിൻ്റെ മുമ്പേ ഈ പറഞ്ഞ ഒരു അപ്രീസിയേഷൻ്റെ കാര്യമുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടാണ്, അതിൽ ഹഗ്ഗിനെ കുറിച്ചാണ് പറയുന്നത്, ഹഗ്ഗിൻ്റെ ഒരു സയൻസിനെ കുറിച്ച്. പണ്ടൊക്കെ നമ്മളെ ഹഗ്ഗ് ചെയ്യപ്പെടാറുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശിമാർ ഇവരൊക്കെ നമ്മളങ്ങനെ എപ്പോഴും ഹഗ്ഗ് ചെയ്യുന്ന ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യർക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹഗ്ഗിൻ്റെ പല ക്വാളിറ്റീസും പല ഗുണങ്ങളും സയൻറ്റിഫിക്കലി പറയുന്നതിനൊപ്പം തന്നെ അവർ പറയുന്നത് nowadays you don't have a person to hug maybe but what you can do, you can hug yourself. Yes, അതിനും എനർജി ഉണ്ടെന്നുള്ളതാണ്. അപ്രീസിയേഷൻ പോലെ തന്നെയാണ്. ഓക്കെ, പ്ലീസ് talk about your failure handling. No, failure, see there are failures. Failures are nothing but ഒരു നമ്മുടെ ഈ പറഞ്ഞതുപോലെ you have the capacity to handle. I'll give you, because every day I have these challenges. So every time I'll say, oh, this I did not know. Why I did not know? Let me try. അപ്പോൾ നമ്മൾ കംഫോർട്ട് സോണിൽ എത്രത്തോളം ഉണ്ടാവുന്നോ അത്രത്തോളം നമുക്ക് ഡിഫിക്കൽട്ടിയാണ്. യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് ദ കംഫോർട്ട് സോൺ. ഈ കംഫോർട്ട് സോൺ പറയുന്നത് അത് ദൈവം തരുമ്പോഴത്തേക്ക് അടിച്ചു തരും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഒരിക്കലും ഫെയിലിയേഴ്സ് ഇല്ല. ചില ആൾക്കാർ പറയും അന്ന് ഇവൻ ഇത് ചെയ്തു അതുകൊണ്ടാണ് ദൈവം ഇവനെ സൃഷ്ടിച്ചു. ഗോഡിന് ജോലി ദൈവം മാത്രമല്ല, എനർജീന് ജോബ് നിങ്ങളുടെ ഡ്യൂട്ടി ചെക്ക് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ കോൺഷ്യസിന് വേണ്ടിയിട്ടാണ് ഈ അപ്രിസിയേഷൻ. ഈ അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്, ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ്. ഓൾസോ ഫെയിലിയർ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുക. ഈ ലാഫർ തെറപ്പി എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. ഈ ബ്രെയിനുണ്ടല്ലോ, ദിസ് ഇസ് അനദർ തിങ് വിച്ച് ഐ ലേൺഡ് ബൈ എക്സ്പീരിയൻസ്. നമ്മുടെ ഏജ് കൂടുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നതൊക്കെ നടക്കുന്നതാണ്. ബിസിനസ് മാൻ്റെ ഏറ്റവും അടുത്ത ഇഷ്യൂ ആണത്. നമ്മൾ പറയുന്നതാണ് എല്ലാം ബെസ്റ്റ്, സൂപ്പർ ഡൂപ്പർ. അങ്ങനെ ഏജ് കൂടുന്നതോറും നമ്മൾ പറയുന്ന സ്വന്തം ബുദ്ധി പോലും കേൾക്കില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ കൈ പോലും അനക്കാൻ പറ്റത്തില്ല. ലൈക്ക് യു സെഡ്, ഐ വെന്റ് ടു ജിം, ഐ എം നോട്ട്, ഐ വാണ്ട് ടു ഡു ബട്ട് ഐ കനോട്ട് ഡു. You have that awareness, then you are a great successful person. It will teach you everything you want. I'll give you one example. As I was mentioning you, എൻ്റെ അച്ഛൻ കാർ ആക്സിഡൻറ്റിൽ പാസ്റ്റ് അവേ. ഞാൻ ഒമാനിലുണ്ടായിരുന്നു. അന്ന് ഞാനൊരു സാധാരണ ഡിപ്ലോമ ഹോൾഡറായിരുന്നു. ഞാൻ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യും. ഞാൻ കാർ ആക്സിഡൻറ്റിലാണ് ഇതാകുന്നത്. സോ ഐ യൂസ് ടു സ്പീക്ക് ദെൻ അറബിക്.
Arabic, English, Hindi, Malayalam, Tamil. This is my... അറബിക്ക് എങ്ങനെ ഇവിടുന്ന് പഠിച്ചാണ്? അല്ല, ഒമാൻ. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ വരുമ്പോഴത്തേക്ക് 2 വാക്ക് മാത്രമേ സംസാരിക്കുമായിരുന്നു. അൻത അന, യു ആൻഡ് മീ. Then that's how I learned. Arabic is a very sweet language. Language പൊതുവേ സ്വീറ്റ് ആണ്. ലാംഗ്വേജ് പഠിക്കുന്ന വേറെ ഒന്നുമില്ല. ഞാൻ തെലുങ്ക് സിനിമ കാണുമ്പോഴത്തേക്ക് അന്ന് രാത്രി ഞാൻ തെലുങ്കിലാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് ഉണ്ടാവുക. പിന്നെ അറബിക് ആണെങ്കിൽ അറബിക് സിനിമ കാണും, അറബിക് ലോക്കൽ ലീഗൽ സീരീസ് ഒക്കെ കാണും, എനിക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ ഞാൻ അറബിക്കിൽ ചിന്തിക്കും. അങ്ങനെയാണ് ഞാൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് അന്ന് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം വന്ന് ഒരു 8 മാസം കൊണ്ട് അവർ ലൈഫ് വാസ് ഗോയിങ് ടുവേർഡ്സ് പ്രോഗ്രസീവ്. Maybe life had a different theory for me. എൻ്റെ പേജ് വേറെ ആയിരുന്നു തോന്നുന്നു. സോ വി മേറ്റ് കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അന്ന് അച്ഛൻ എൻ്റെ ഇതിൽ കൂടി മരിക്കുന്നത്. ഐ വാസ് ഇൻ ദ കാർ. എൻ്റെ കംപ്ലീറ്റ് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ത മാഫിക്കോഫ് ബാദ് 20 യൗം അന ഈജി ആതിനി യാഖുദ് 20 റിയാൽ എന്ന് വെച്ചാൽ സോറി. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്, അനിയനുണ്ട്, പഠിക്കുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ വേണോ, നമുക്ക് ജോലി എടുത്താൽ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എൻ്റെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ന്യൂ സക്സസ് വിഷനായിരുന്നു. ഡെസ്റ്റിനി ഡിഫൈൻസ് മൈ ലൈഫ്, മണി ഡസൻറ്റ് ഡിഫൈൻ മൈ ലൈഫ്. നമോ അസ്തുതേ, ഐ റെസ്പെക്ട് ദ വൺ വിച്ച് ഇസ് ഇൻ യു ദാറ്റ് ഐ ഹാവ് ഇൻ മീ. ഞാൻ ഇപ്പോൾ FRനെ കാണുന്നത് FRനല്ല കാണുന്നത്, എൻ്റെ മൈൻഡിൽ ഞാൻ ചിന്തിക്കുന്ന FRൻ്റെ അടുത്താണ് ഞാൻ സംസാരിച്ചു കണ്ടത്. I've got some other plans. Get up. Your time is done. A person dies. You don't have to die. Wait. എനിക്ക് ഹാർട്ട് സർജറി ചെയ്തിട്ട് കിഡ്നി എടുത്തിട്ടോ അങ്ങനെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും നമുക്ക് പേടിയായാലും അന്ന് പോയി.